അവിടുന്ന് വണ്ടി എടുത്തിട്ട് സാറിന് ഗുണ്ടകൾ കൂട്ടിക്കൊണ്ടുവന്ന ഒരു വണ്ടിയിൽ. അപ്പോൾ അവർ ഇതിനകത്ത് വരുന്നത് ഇവിടുത്തെ മുനീശ്വരൻ കോവിലിന്റെ അടുക്ക് ഒന്ന് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ വേറൊരു വണ്ടിയിൽ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ അകത്ത് നേരം ആ ഡ്രൈവർ നമുക്ക് നുണമരിച്ചവൻ അടുത്താൽ ആ ഡ്രൈവർക്ക് നന്നായിട്ട് സത്യം മനസ്സിലാവും. തൂങ്ങി മരണാണെങ്കിൽ കഴുത്തിന് ഇത്ര ചെറിയ നേരിയ ഒരു പ്ലാസ്റ്റിക് ആണെങ്കിൽ കഴുത്ത് ഒന്നുകിൽ മുറിഞ്ഞു പോകും, അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് പൊട്ടിപ്പോവും. ഇത് രണ്ടും ഉണ്ടായില്ല. അപ്പൊ തൂങ്ങിയിട്ടില്ല, അവർ അങ്ങനെ കെട്ടി തൂങ്ങിയിട്ട് പോലുമില്ല. ഇത് ഇവിടുത്തെ CPM-ന്റെ ഒരു കാലിന് വികലാംഗനായ ഒരാളാണ് ആദ്യം പറയുന്നത് ഈ സാറ് തൂങ്ങി വെച്ചതാണ്. അപ്പൊ അവർ ഇതിനകത്ത് ഇവിടുത്തെ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ് അയാള്. അപ്പൊ അയാളെ പറയുന്നത് ഒരു നീളം കുറഞ്ഞിട്ട് ഒരു വെളുത്ത ഒരാളുണ്ട്, അയാളെ ഫോട്ടോസ് വരെ എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ അയാളാണ് പറയുന്നത് ഇത് തൂങ്ങി വെച്ചു. ആര് കണ്ടു? ഒരാളും കണ്ടില്ല. കണ്ണൂരിന്റെ അടുത്ത് ജില്ലാ ആശുപത്രി ഉണ്ട്, അവിടെ കൂട്ടിപ്പോയില്ല. അല്ലെങ്കിൽ കോഴിക്കോട് പോകാം, അതും പോയില്ല. ഇവിടെ പരിയാരം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാണ് പയ്യന്നൂരിന്റെ അടുക്കാണ് പരിയാരം വരുന്നത്. അവിടെയും ഈ കണ്ണൂരിന്റെ ആശുപത്രി അടുത്തുള്ളതല്ലേ നമ്മൾ നോക്കുക. അങ്ങനെയാണെങ്കിൽ അതും ചെയ്തില്ല. എന്നിട്ട് പരിയാരത്ത് പോയപ്പോൾ പരിയാരത്ത് എനിക്കറിയുന്ന ഒരു വ്യക്തിയുണ്ട് അവിടെ ഓഫീസിൽ, അത് പേരൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അവരോട് ഞാൻ ചോദിച്ചു ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് നിരീക്ഷിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരിതൊന്നും ചെയ്തില്ല എന്ന് അവർ പറയുന്നത്. കോടതിയോട് എനിക്ക് പറയാനുണ്ട്, നുണ പരിശോധന നടത്തണം. ആരെയൊക്കെ കളക്ടറുടെ ഈ ADM-ന്റെ ഡ്രൈവറെയും. അപ്പോഴേ ഈ സത്യാവസ്ഥ ആരൊക്കെ ഇതിന്റെ പ്രതിക്കൂട്ടിലുണ്ട്. ഇനി ഇവരൊക്കെ നമ്പറുകൾ, കോളുകൾ, ADM സാറിന്റെ നമ്പറുകൾ പരിശോധിക്കണം, ദിവ്യയുടെ നമ്പറുകൾ പരിശോധിക്കണം, PP ശശിയുടെ നമ്പറുകൾ പരിശോധിക്കണം. അതുപോലെ തന്നെ ഈ കളക്ടറുടെയും ഈ ഡ്രൈവറുടെയും നമ്പറുകൾ പരിശോധിക്കണം. ഈ പ്രശാന്തിന്റെ നമ്പറുകൾ പരിശോധിക്കണം, ദിവ്യയുടെ ഭർത്താവിന്റെ നമ്പറുകൾ. ഈ ഫോൺ കോളുകൾ പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ആരാണ് ഇതിന്റെ ഉത്തരവാദി? കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ കണ്ണൂരിന്റെ രാഷ്ട്രീയമൊന്നും ഇവിടുത്തെ മലയാളപ്പുഴയിലെ ആ പാവം ജഡ്ജി നമ്മുടെ ADM-ന്റെ വൈഫിന് അറിയില്ല. അവര് മിഞ്ഞാന്ന് വിളിച്ചിട്ട് എന്നോട് പറയുന്നത് ഇങ്ങനെ അബദ്ധം പറ്റിപ്പോയി. ഞാൻ പറഞ്ഞു അന്ന് ഞാൻ പറഞ്ഞതായിരുന്നില്ലേ, ഒന്ന് പരിശോധിച്ചിരുന്നെങ്കിൽ ഇതിന്റെ ഒക്കെ അവസ്ഥ വരും. അവിടെ AD മുറിപ്പാടുണ്ട്, ഞാൻ അതെല്ലാം പറഞ്ഞു കൊടുത്തു. പോസ്റ്റ്മോർട്ടം ചെയ്തില്ല. ലാസ്റ്റ് ADM-ന്റെ വൈഫ് ഉമ്മം കൊടുക്കുന്ന ആ സന്ദർഭങ്ങളിൽ കീറി മുറിച്ച് ശസ്ത്രക്രിയ ചെയ്തതുണ്ടെങ്കിൽ അത് ചാനലിൽ നിങ്ങളൊന്നും കൂടി ആ ചാനലൊന്ന് പരിശോധിക്കുക, അപ്പോഴും മനസ്സിലാവും. സാറിനെ ഒന്നും തൊട്ടിട്ടില്ല, അതൊക്കെയാണ് കള്ളത്രം. അല്ലെങ്കിൽ ആന്തരികവയവം ലേബ് കൊണ്ട് പരിശോധിച്ചതിന്റെ സൂക്ഷിച്ചു വെക്കണം. അതല്ലെങ്കിൽ അവരുടെ ഫുഡിലെന്നും ഉണ്ടോ അതൊക്കെ പരിശോധിച്ചതിന്റെ അതെല്ലാം സൂക്ഷിച്ചു വെക്കണം. ഇത് എങ്ങനെ ഒരു പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ട് തന്നെ കണ്ണൂരിലെ ഈ പരിയാരത്ത് ഗുണ്ടയാണ് അടുത്ത ഡോക്ടർ, അവരിൽ നിന്നൊന്നും കിട്ടൂല. നമസ്കാരം. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇന്ന് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത്. ഈ മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ അകറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ, അതായത് ഈ മരണത്തിൻ്റെ ദുരൂഹതകൾ നീക്കുന്നതിനാവശ്യമായ CBI അന്വേഷണം ഏർപ്പാടാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മഞ്ജുഷ നൽകിയ ഹർജിയിൽ വാദം കേട്ടു കോടതി വിധി പറയുവാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഈ മരണവുമായി ബന്ധപ്പെട്ട് ധാരാളം വെളിപ്പെടുത്തലുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ പൊതുബോധത്തെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ് ADM നവീൻ ബാബുവിൻ്റെ മരണം. യഥാർത്ഥത്തിൽ ADM നവീൻ ബാബു ആത്മഹത്യ ചെയ്തതല്ല, അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് തന്നെയാണ് എന്നുള്ളൊരു സംശയത്തിലേക്കും ദുരൂഹതയിലേക്കും തന്നെയാണ് കേരളത്തിൻ്റെ പൊതുബോധം എത്തി നിൽക്കുന്നത്. എന്നാൽ അതിനെ അടിവരയിട്ട് സാക്ഷ്യം ചെയ്യുന്ന തരത്തിലാണ് ഇപ്പോൾ പുതിയൊരു വെളിപ്പെടുത്തൽ. കണ്ണൂരിൽ നിന്നുള്ള ഒരു പൊതുപ്രവർത്തക വീണാമണി എന്നാണ് അവരുടെ പേര്. കഴിഞ്ഞ ദിവസം വീണാമണിയുടെ ഒരു അഭിമുഖം നമ്മൾ ക്രൈം ഓൺലൈനിൽ നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അത്തരം അഭിമുഖത്തിൽ പറയാത്ത ചില വസ്തുതകൾ കൂടി ഇപ്പോൾ വീണാമണി പുറത്തു പറഞ്ഞിരിക്കുന്നു. മലയാളത്തിലെ പ്രമുഖ പത്രപ്രവർത്തകനായ സോയുമൻ മാത്യുവിനോടാണ് വീണാമണി ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. അതായത് നവീൻ ബാബുവിനെ മുനീശ്വരൻ കോവിൽ പരിസരത്തു നിന്നും കുറച്ച് ഗുണ്ടകൾ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നത് താൻ കണ്ടു എന്ന് തന്നെയാണ് വീണാമണി വ്യക്തമാക്കിയിരിക്കുന്നത്. തൻ്റെ പൊതുപ്രവർത്തന ജീവിതത്തിനിടയിൽ താൻ പലരെയും കണ്ടിട്ടുണ്ട്, പല ഓഫീസേഴ്സിനെയും കണ്ടിട്ടുണ്ട്, പല കളക്ടർമാരെയും കണ്ടിട്ടുണ്ട്. എല്ലാവരുമായും എനിക്ക് നല്ല ബന്ധം തന്നെയാണ്. അതുകൊണ്ട് നവീൻ ബാബുമായും അദ്ദേഹം അവിടെ ജോലിയിലിരിക്കുമ്പോൾ തനിക്ക് പൊതുപ്രവർത്തക എന്ന രീതിയിൽ പല കാര്യങ്ങളിലും ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. വളരെ സൗമ്യനായ മനുഷ്യൻ, കറകളഞ്ഞ മനുഷ്യൻ, അഴിമതി ലെവലേശം തൊട്ടു തീണ്ടാത്ത മനുഷ്യൻ. അതുകൊണ്ടൊക്കെ തന്നെയാണ് താൻ ഈ വിവരം അറിഞ്ഞപ്പോൾ പത്തനംതിട്ട മലയാളപ്പുഴയിൽ നവീൻ ബാബുവിൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തിൻ്റെ അനുജനായ അഭിഭാഷകൻ കണ്ട് ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ പങ്കുവച്ചത് എന്നുകൂടി വീണാമണി ഈ അഭിമുഖത്തിൽ പറയുകയുണ്ടായി. വീണാമണി തീർത്തു പറയുന്നു, നവീൻ ബാബുവിൻ്റെ മുനീശ്വരൻ കോവിൽ ഭാഗത്തു നിന്ന് ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടതാണ്. അദ്ദേഹത്തെ അവർ
കൊലപ്പെടുത്തിയത് തന്നെയാണ്. ഒരിക്കലും നവീൻ ബാബു ആത്മഹത്യ ചെയ്തിട്ടില്ല, ഇവർ കൊലപ്പെടുത്തിയതാണ്. മാത്രമല്ല മറ്റൊരു കാര്യം കൂടി വീണാമണി വ്യക്തമാക്കിയിരിക്കുന്നു. നവീൻ ബാബുവിൻ്റെ മൃതദേഹം ഇവർ ഒരു കാരണവശാലും പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല. നവീൻ ബാബുവിൻ്റെ വീട്ടിൽ താൻ പിറ്റേ ദിവസം എത്തി നവീൻ ബാബുവിൻ്റെ അനിയനായ അഭിഭാഷകനോട് പറഞ്ഞതും ഇത് തന്നെയാണ്. ഒരു റീപോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം. ഇതൊന്നും അവരാരും ചെവിക്കൊണ്ടില്ല. എന്നാൽ ഇപ്പോൾ വീണാമണി പറയുന്ന വസ്തുതകൾ ശരിയാണോ ഇല്ലയോ എന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ് തെളിയിക്കേണ്ടത്. എന്തായാലും വീണാമണി ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു. നവീൻ ബാബു ആത്മഹത്യ ചെയ്തതല്ല, അദ്ദേഹത്തെ ചില ഗുണ്ടകൾ മുനീശ്വരൻ കോവിൽ ഭാഗത്ത് നിന്ന് കടത്തിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതാണ്. പോസ്റ്റ്മോർട്ടം പോലും ബോഡി ചെയ്തിട്ടില്ല. എം പി ജയരാജൻ ഉൾപ്പെടെയുള്ള CPM-ൻ്റെ നേതാക്കൾ പത്തനംതിട്ടയിലേക്ക് എത്തി ഇടാപിടിയെന്ന് മൃതദേഹം ദഹിപ്പിക്കുകയായിരുന്നു, തെളിവുകൾ നശിപ്പിക്കുകയായിരുന്നു എന്നൊക്കെയാണ് വീണാമണി എന്ന കണ്ണൂരിലെ പൊതുപ്രവർത്തക സോയുമോൻ എന്ന പ്രമുഖ മാധ്യമ പ്രവർത്തകന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. വീണാമണി ശ്രീ സോയുമോന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഞങ്ങൾ നേരത്തെ ഒരു അജ്ഞാത സ്ത്രീ എന്ന പേരിൽ നമ്മുടെ ബൈറ്റ് ഞങ്ങളുടെ ചാനലിൽ കൊടുത്തിരുന്നു. കണ്ണൂരിൽ നിന്നുള്ള ഒരു യുവതി എന്ന നിലയ്ക്കാണ് കൊടുത്തത്, മലയാളപ്പുഴയിലെത്തിയത്. എന്തായിരുന്നു അന്ന് നവീൻ ബാബുവിൻ്റെ ബോഡി അവിടെ കൊണ്ടുവന്നപ്പോൾ അവിടെ എത്താനുണ്ടായ ഒരു സാഹചര്യം? ഞാൻ എൻ്റെ പേര് വീണാമണി എന്നാണ് സാർ. കണ്ണൂർ ജില്ലയിൽ ഇരിക്കൂർ പോലീസ് സ്റ്റേഷന്റെ അടുത്താണ് എൻ്റെ വീടൊക്കെ. ആരെങ്കിലും എന്നെ കൊല്ലുന്നുണ്ടെങ്കിൽ ആ അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ നവീൻ സാർ എന്ന വ്യക്തിനെ ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാം. ഈ കണ്ണൂരിൽ നിന്ന് മാത്രമല്ല, പത്തനംതിട്ടയിൽ ഞാൻ ഓരോ ചാറ്റിന്റെ ഭാഗമായിട്ട് ഓരോ ജില്ലയിലും വരുമ്പോൾ കളക്ടറായിട്ടും ADM ആയിട്ടും എല്ലാം ബന്ധപ്പെടും. 18ഓളം NGL പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അന്ന് ഞാൻ നിങ്ങളെ അവിടുത്തെ മലയാളപ്പുഴ നവീൻ സാറിന്റെ വീട്ടിൽ വരാനുള്ള കാരണം അവരുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് എനിക്കറിയുന്ന കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനത് നവീൻ സാറിന്റെ അഡ്വക്കേറ്റ് ഉണ്ട്, എൻ്റെ അനിയൻ അഡ്വക്കേറ്റ് ആണെന്നും തഹസിൽദാറാണ് ഭാര്യ എന്നും സാർ എന്നോട് കളക്ടറേറ്റിൽ കണ്ണൂരിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഫീസിൽ പല സമയത്ത് ഞാൻ പോയ സമയത്ത് എന്റെ പെൺകുട്ടികളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതനുസരിച്ചാണ് മലയാളപ്പുഴയിലെത്തിയത് അല്ലേ? അതനുസരിച്ച് മലയാളപ്പുഴയിലാണെന്ന് സാറിന്റെ വീടൊന്നും സാറ് തന്നെ പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് അറിയുന്നത്. നേരെ മലയാളപ്പുഴയിലെത്തി. അങ്ങനെ ഞാൻ പത്തനംതിട്ട വന്നു. പത്തനംതിട്ടയിൽ നിന്ന് മാറി കയറി ബസ് മലയാളപ്പുഴയിലെത്തി. വരുന്നതിന് മുമ്പ് എനിക്കറിയുന്ന പത്തനംതിട്ടയിലെ ഒരുപാട് അഡ്വക്കേറ്റുമാർ ഞാൻ വിളിച്ചു. എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. എന്തെങ്കിലും ഭയം ഉണ്ടായിരുന്നു അങ്ങോട്ടേക്ക് എത്താൻ? ഭയമൊന്നുമല്ല, ഇവര് ഗുണ്ടകളിട്ടിട്ട് എന്തെങ്കിലും ചെയ്യുമെന്നല്ല എനിക്ക് അറിയാമായിരുന്നു. എന്തെങ്കിലും CPM-ന്റെ ഭാഗത്തുനിന്നോ അവരുടെ ഭാഗത്തുനിന്നോ നമുക്ക് എന്തെങ്കിലും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ പേഴ്സണലി? എന്തായിരുന്നു അത്? തളിപ്പറമ്പിൽ വെച്ച് നടന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു കുഞ്ഞമ്മ തോമസ് എന്ന് പറഞ്ഞ ഒരു അവരുടെ ഒരു വീടുമായി ബന്ധപ്പെട്ടിട്ടില്ല, ഞാൻ ഒരു നിരാഹാരം അവിടെ ഇരുന്നിരുന്നു. അപ്പൊ അന്ന് ഉണ്ണിരാജ് സാറായിരുന്നു അന്ന് ഇവിടെ ST ആയിരുന്നത്. ആ സാറിന്റെ സപ്പോർട്ടോടുകൂടിയാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഇപ്പൊ ആവശ്യം എന്റേത് നവീൻ സാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ യഥാർത്ഥ സത്യം കോടതിയിൽ ആവശ്യം. പറഞ്ഞോളൂ. അന്ന് അവിടെ എത്തിയപ്പോൾ എന്തായിരുന്നു അവിടെ കണ്ടത്? എന്തായിരുന്നു അവരോട് പറയാൻ ആഗ്രഹിച്ച കാര്യം ആ വീട്ടുകാരോട്? സാറിന്റെ വൈഫ് ഈ സംഭവം അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സാറിന്റെ വീട്ടിനകത്തേക്ക് പോകാനത്. എനിക്ക് ഇപ്പുറത്തുള്ളതാണ് സാറിന്റെ വീട് എന്ന് ഞാൻ അവിടെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ മക്കൾ എല്ലാം സാറ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പുറത്തും ഇപ്പുറത്തുമാണ് വീട് എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇപ്പുറത്ത് കയറാണ്ട് കുട്ടികളും ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അഡ്വക്കേറ്റിന്റെ വീട്ടിലേക്ക് പോകുന്നത്, അനിയൻ സാറിന്റെ. അപ്പൊ അനിയൻ സാറിന്റെ വീട്ടിൽ പോയിട്ട് അഡ്വക്കേറ്റിനോട് അകത്തിരുന്നിട്ട് ഞാൻ സംസാരിച്ചു. എന്റെ ഐഡന്റിറ്റി, ഞാൻ എന്ന വ്യക്തി ആരാണ്, എന്റെ കയ്യിലുള്ള രേഖകൾ മുഴുവനും ആദ്യം ഞാൻ ഫോണെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്, പത്ര റിപ്പോർട്ട് അടക്കം. അപ്പൊ കാണിച്ചു കൊടുത്തപ്പോ അവിടെ ജനലിന്റെ ഉള്ളിലൂട്ടി അങ്ങനെ മലയാളപ്പുഴ മോഹനോ ആരൊക്കെ ഉണ്ടായിരുന്നു വിളിച്ചു നോക്കാൻ. അപ്പൊ അവര് നോക്കിയത് എന്റെ അടുത്ത്. പിന്നെ സാറിനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവരെനിക്ക് അവിടുന്ന് ചായ കൊണ്ടുതരാൻ നോക്കിയപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് ചായ കൊണ്ടു തന്നില്ലെന്ന് തോന്നുന്നു. അപ്പൊ എനിക്ക് ആ വിഷമം കൊണ്ട് ഞാൻ പിന്നെ ഇവര് ചായ ഒന്നുമല്ല, എനിക്കതിന്റെ ആവശ്യമില്ല, അതിനല്ല ഞാൻ ഇവിടെ വന്നത്, എനിക്കിപ്പോ ചായ ഒന്നും വേണ്ട സാറേ, എനിക്ക് ആവശ്യം ഇതാണ്. ഞാൻ പറഞ്ഞ ആവശ്യം ഒന്ന്, നിങ്ങൾ ബോഡി നന്നായിട്ട് പരിശോധിക്കണമെന്നും അതില് മുറിവോ ചതവോ ദേഹപരിശോധന നടത്തണമെന്നും റീപോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞാൽ അവര് പരിശോധന പോസ്റ്റ്മോർട്ടം ചെയ്തോ എന്ന് ബോഡി ഞാൻ കണ്ടില്ലല്ലോ, മരണപ്പെട്ടത് വീടിനെ കണ്ടില്ലോ, കണ്ണൂരിനെ ബോഡി കണ്ടില്ല. അങ്ങനെ പരിയാരം മെഡിക്കൽ കോളേജിൽ വന്നതിന് ശേഷം കാണുന്നില്ലല്ലോ, കണ്ടാലല്ലേ ബാക്കി പറയണ്ടേ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു വിചാരിച്ചാല് സാറിനോട് പറഞ്ഞു,
നിങ്ങൾ അത് പരിശോധിച്ചതിന് ശേഷം അത് റീപോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നും ഹൈക്കോടതിയിലെ ജഡ്ജായിരുന്ന ഷെർലി മാഡത്തിനെ കൂട്ടിയിട്ട് മാതാപിതാക്കളുടെ ഏതോ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾ ഇതിനെ റീപോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു കേരളത്തിലെ എല്ലാ ആശുപത്രിയും CPM-ന്റെ അല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അന്ന് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോഴാണ് ഞാൻ ഈ ഹോസ്പിറ്റൽ ഈ സാറിന്റെ ജഡ്ജിന്റെ ഏച്ചിനെ പറ്റിയും ഒക്കെ പറയുന്നു. സൗമ്യ വധക്കേസിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തതായിരുന്നു ഷെർലി മാഡം. അപ്പൊ അത് അങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പൊ പറഞ്ഞു കൊടുത്തതിന് ശേഷം സാറിന് അവിടുന്ന് ആരോ ഫോൺ കോളുകൾ ഇതെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങളൊരു അഡ്വക്കേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ അപ്പീൽ ഞാൻ പോകാത്തത്. അതായത് എനിക്ക് വേണമെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് അന്ന് മരണപ്പെട്ട ആ സമയത്ത് തന്നെ ബോഡി ഒന്നും കൂടി കേരളത്തിൽ നിന്നല്ലാണ്ട് മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ടൊരു ഇത് മേടിക്കാമായിരുന്നു എനിക്ക്. പക്ഷേ സാറിന്റെ വീട്ടിൽ ഒരു അഡ്വക്കേറ്റ് ഉണ്ടാകുമ്പോൾ ഞാൻ അതിന് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോകാഞ്ഞത്. അപ്പൊ ഇത്ര ശക്തമായിട്ട് അവിടെ വാദിക്കാനുള്ള കാരണം എന്താ? എന്തെങ്കിലും ആ ശരീരത്തിലെ വ്യത്യാസങ്ങൾ കണ്ടിരുന്നോ? ഞാൻ നേരിട്ട് കണ്ടതെന്ന് പറഞ്ഞാല് അത് കുറെ ഉണ്ട്. അതെനിക്ക് ഇപ്പം വെളിപ്പെടുത്തിയാൽ ഇവിടെ ഇനിയും കൂടുതൽ ശത്രുക്കൾ ഉണ്ടാവും. എന്ന് വെച്ചാല് എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് ഇവരിൽ നിന്ന് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാളും ഇപ്പൊ എന്നെ എന്തെങ്കിലും ചെയ്താൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷെങ്കിൽ ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. ഇതിനകത്ത് വരുന്ന വിഷയം എന്താണെന്നറിയോ? ഇനിയും ഇന്ന് നടന്ന വിഷയം തന്നെ. ഞാൻ 2 ദിവസമായി എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഞാൻ നവീൻ ബാബുവിന്റെ കാര്യം തന്നെയാണ് ഞാൻ ഇതിലേക്ക് കൊണ്ടുവരുന്നത്, നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ നവീൻ ബാബുവിന്റെ അന്ന് ഈ ശരീരത്തിൽ കണ്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയായിരുന്നു? ശരീരത്തിൽ കണ്ടതെന്ന് വെച്ചാലേ അത് ഞാൻ പറയുന്നത് അവിടുന്ന് വണ്ടി എടുത്തിട്ട് സാറിന് ഗുണ്ടകൾ കൂട്ടിക്കൊണ്ടുവന്ന ഒരു വണ്ടിയില്. അപ്പൊ അവര് ഇതിനകത്ത് വരുന്നത് ഇവിടുത്തെ മുനീശ്വരൻ കോവിലിന്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോകുമ്പോ വേറൊരു വണ്ടിയിൽ കൂട്ടിക്കൊണ്ടുപോകുമ്പോ അതിൻ്റെ അകത്ത് നേരെ ആ ഡ്രൈവർ നമുക്ക് നുണപരിശോധന നടത്തിയാല് ആ ഡ്രൈവർക്ക് നന്നായിട്ട് സത്യം മനസ്സിലാവും ആ കണ്ട കാഴ്ചകൾ. പിന്നെ ഇവിടുത്തെ കളക്ടർ ഇവിടെ വന്ന മുതൽ ഒരു ജനസേവനം ചെയ്തില്ല. ഇതിനു മുമ്പുള്ള നമ്മൾ കണ്ടോ ഈ നവീൻ ബാബുവിനെ കൊണ്ടുപോകുന്നു? എന്തോ കണ്ടതാ ഞാൻ പറഞ്ഞത് സംഭവം. അപ്പൊ മുനീശ്വരൻ കോവിലിന്റെ മുന്നിൽ നിന്ന് ഗുണ്ടകൾ കൊണ്ടുപോകുന്ന കണ്ടു നമ്മള്. അതെ അതെ അതെ. അപ്പൊ അതിന്റെ അകത്ത് വേറെ വണ്ടിയിൽ ഇങ്ങനെ ഇതാക്കിയിട്ട് കൊണ്ടുപോകുമ്പോ സംഭവം ഇതിന്റെ അകത്ത് വരുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഞാൻ പറഞ്ഞതിനേക്കാളും നമ്മുടെ കണ്ണൂരിന്റെ 2 ജഡ്ജിമാരാണ് അവിടുത്തെ ബെഞ്ചിലിരിക്കുന്നത് നവീൻ സാറിന്റെ കേസുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പൊ അവര് ശ്രദ്ധിക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞത്. അപ്പൊ ആ മുസ്താഖ് എന്ന് പറഞ്ഞ ജഡ്ജും അന്ന് പറഞ്ഞത് ഈ നവീൻ ബാബുവിന്റെ കണ്ണിന് എന്തോ തടിപ്പുണ്ടായിരുന്നു, അതെന്തായിരുന്നു സംഭവം? കണ്ണിന് വെട്ടും കല്ലിച്ചതുണ്ട്, കണ്ണിന്റെ താഴെയുണ്ട്, പിന്നെ നെറ്റിക്കുണ്ട്, പിന്നെ ഇവിടെ സൈഡ് ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ, പിന്നെ കഴുത്തിനുണ്ട്. അതായത് തൂങ്ങി മരണാണെങ്കിൽ കഴുത്തിന് ഇത്ര ചെറിയ നേരിയ ഒരു പ്ലാസ്റ്റിക് ആണെങ്കിൽ കഴുത്ത് ഒന്നുകിൽ മുറിഞ്ഞു പോകും, അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് പൊട്ടിപ്പോവും. ഇത് രണ്ടും ഉണ്ടായില്ല. അപ്പൊ തൂങ്ങിയിട്ടില്ല, അവർ അങ്ങനെ കെട്ടി തൂങ്ങിയിട്ട് പോലുമില്ല. ഇത് ഇവിടുത്തെ CPM-ന്റെ ഒരു കാലിന് വികലാംഗനായ ഒരാളാണ് ആദ്യം പറയുന്നത് ഈ സാറ് തൂങ്ങി വെച്ചതാണ്. അപ്പൊ അവർ ഇതിനകത്ത് ഇവിടുത്തെ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ് അയാള്. അപ്പൊ അയാളെ പറയുന്നത് ഒരു നീളം കുറഞ്ഞിട്ട് ഒരു വെളുത്ത ഒരാളുണ്ട്, അയാളെ ഫോട്ടോസ് വരെ എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ അയാളാണ് പറയുന്നത് ഇത് തൂങ്ങി വെച്ചെന്ന്. ആര് കണ്ടു? ഒരാളും കണ്ടില്ല. പിന്നെ രണ്ടാമത് ആ പോലീസിന്റെ ഇൻക്വസ്റ്റില് ആദ്യം ഒരാൾ മരിച്ചു എന്ന് കണ്ടാൽ തന്നെ പോലീസ് നായനെ കൂട്ടി വരണം. പിന്നീട് പോലീസ് നായനെ കൂട്ടി വന്നതിന് ശേഷം അവിടെ ഇതിന്റെ രണ്ടാമത്തെ ഇതെന്താ വെച്ചാല് ഒരു നീളം കുറഞ്ഞിട്ട് ഒരു വികലാംഗനെ പോലുള്ള ഒരാളാണ് ഇത് തൂങ്ങി മരിച്ചതെന്ന് പറയുന്നു. അപ്പൊ പോലീസ് നായ മുറിയിലേക്ക് കൊണ്ടുവരേണ്ടത് പോലീസിന്റെ കടമയാണ്. അവർ ഇന്നലെ ആരെങ്കിലും തൊട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ വിലയിരുത്തേണ്ടത് പോലീസ് നായയിൽ കൂടിയാണ്. അത് ഉണ്ടായില്ല. 2 ഭാര്യയോ അല്ലെങ്കിൽ അനുജനോ അല്ലെങ്കിൽ അവരെ ബന്ധുക്കളോ വന്നിട്ട് കൺഫേം ആക്കണം ഈ മുറി എങ്ങനെയാ മരണപ്പെട്ടതെന്ന്. അതും ഉണ്ടായില്ല. അതിനുശേഷം പിന്നെ ഉണ്ടായ തെളിവുകൾ നിങ്ങൾക്കറിയാലോ. ബാക്കി അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന പരിയാരത്തേക്കൊന്നും പോകേണ്ട ആവശ്യം. കണ്ണൂരിന്റെ അടുത്ത് ജില്ലാ ആശുപത്രി ഉണ്ട്, അവിടെ കൂട്ടിപ്പോയില്ല. അല്ലെങ്കിൽ കോഴിക്കോട് പോകാം, അതും പോയില്ല. ഇവിടെ പരിയാരം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും പയ്യന്നൂരിന്റെ അടുത്താണ് പരിയാരം വരുന്നത്. അവിടെയും ഈ കണ്ണൂരിന്റെ ആശുപത്രി അടുത്തുള്ളതല്ലേ നമ്മൾ നോക്കുക. അങ്ങനെയാണെങ്കിൽ അതും ചെയ്തില്ല. എന്നിട്ട് പരിയാരത്ത് പോയപ്പോൾ പരിയാരത്ത് എനിക്കറിയുന്ന ഒരു വ്യക്തിയുണ്ട് അവിടെ ഓഫീസിൽ, അത് പേരൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അവരോട് ഞാൻ ചോദിച്ചു ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് നിരീക്ഷിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിതൊന്നും ചെയ്തില്ല എന്ന് അവർ പറയുന്നത്. അപ്പോൾ ആ വ്യക്തിയുടെ പേരൊന്നും ഞാൻ പറയില്ല. എൻ്റെ ഫോണുകൾ പരിശോധിക്കാം. ഇവിടുത്തെ ACP വേണുഗോപാൽ എന്ന ആ വ്യക്തിയോട് ഞാൻ ആ നീചൻ എന്ന് പറയൂ, കാരണം അവരെന്നെ എന്തോ ചെയ്തോട്ടെ. ആ നീചനായ ആ പോലീസ് ഓഫീസറോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇയാള്
ആത്മഹത്യ ചെയ്തതെല്ലാം. എന്നിട്ട് അവരെന്തുകൊണ്ട് അത് ഉൾക്കൊണ്ടില്ല? എന്നെ ഒരു മാനസിക രോഗിയാക്കാൻ എന്തിനവർ ശ്രമിച്ചതെന്ന് എനിക്കറിയാം. അതുപോലത്തെ കേരളത്തിലെ നില കണ്ണൂരിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നു എന്ന് വിചാരിച്ചിട്ടല്ലേ. പിന്നെ രണ്ടാമത്തത് ഉണ്ണിരാജ സാറിനെ പോലെയുള്ള തൃശ്ശൂര് കുറുക്കഞ്ചേരിയാണ് സാറിനെ പോലെ അവർ വീട്. അവിടെ ചോദിക്കുക, നിങ്ങൾക്ക് വേണമെങ്കിൽ അവർ സാറിന്റെ നമ്പർ ഞാൻ തരാം, സാറിനോട് ചോദിക്കുക സാർ ഇവിടെ പ്രവർത്തിച്ച സമയത്ത് എന്നെ എങ്ങനെയാണ് അറിയാം. രാജമാണിക്യ സാറിനോ നൂർ സാറിനോ ഇവിടെ ഉണ്ടായിരുന്നു, കളക്ടർ ഇതിനു മുമ്പുള്ളവരെല്ലാവരുടെയും ഞാൻ പോയിട്ടുണ്ട്. അവരൊക്കെ നല്ല പൊതുപ്രവർത്തകരാണ്, സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്നവർ. ഇവിടെ വന്ന് ഇപ്പോഴത്തെ കളക്ടർ അവർക്ക് ഒരു മരണത്തിന് ഹേതുവാക്കി വെച്ചു. അത് ഇവിടെ എനിക്ക് കോടതിയോടെ എനിക്ക് പറയാനുണ്ട്, നുണ പരിശോധന നടത്തണം. ആരെയൊക്കെ കളക്ടറെയും കളക്ടറുടെ ഈ ADMന്റെ ഡ്രൈവറെയും. അപ്പോഴേ ഈ സത്യാവസ്ഥ ആരൊക്കെ ഇതിന്റെ പ്രതിക്കൂട്ടിലുണ്ട്. ഇനി ഇവരൊക്കെ നമ്പറുകൾ കോളുകൾ ADM സാറിന്റെ നമ്പറുകൾ പരിശോധിക്കണം, ദിവ്യയുടെ നമ്പറുകൾ പരിശോധിക്കണം, PP ശശിയുടെ നമ്പറുകൾ പരിശോധിക്കണം. അതുപോലെ തന്നെ ഈ കളക്ടറുടെയും ഈ ഡ്രൈവറുടെയും നമ്പറുകൾ പരിശോധിക്കണം. ഈ പ്രശാന്തിന്റെ നമ്പറുകൾ പരിശോധിക്കണം, പ്രശാന്തിന്റെ ദിവ്യയുടെ ഭർത്താവിന്റെ നമ്പറുകൾ. ഈ ഫോൺ കോളുകൾ പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ആരാണ് ഇതിന്റെ ഉത്തരവാദി? നിങ്ങള് ഇവരെ കത്തിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ഇവിടുത്തെ ചുംബൻ എന്ന് പറഞ്ഞ ജയരാജ് സാർ അങ്ങോട്ടേക്ക് വരുന്നത്. അവര് ജഡ്ജിനെ വിളിച്ച വാക്കായിരുന്നു. അപ്പൊ ആ സാർ അവിടത്തേക്ക് വന്ന് അവിടുന്ന് അവരെയൊക്കെ ഈ പെട്ടെന്ന് തന്നെ ആ 2 പിഞ്ചു മക്കളുടെ അച്ഛനെ കത്തിച്ച് കളഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ സത്യം വിളിച്ചു പറയുന്നവർ ഇങ്ങനെയാണെങ്കിൽ സാറേ, ഒരു ADMനെ പോലെ ഒരു അസിസ്റ്റന്റ് മജിസ്ട്രേറ്റിന് ഇവിടെ നീതി കിട്ടുന്നില്ലെങ്കിൽ സാധാരണക്കാർക്ക് എന്ത് നീതിയാണ് ഇവിടെ കിട്ടുക? നിങ്ങൾക്കവിടെ വീഴ്ച പറ്റിപ്പോയി. എന്താന്ന് വെച്ചാൽ അന്ന് സാറിന്റെ ബോഡി ഒന്ന് പരിശോധിക്കാമായിരുന്നു. അതുപോലെ തന്നെ ശസ്ത്രക്രിയ ചെയ്തിട്ടില്ല സാർ. അവർക്ക് വേണമെങ്കിൽ ആന്തരിക അവയവങ്ങൾ പരിശോധിക്കാമായിരുന്നു. ഇതൊന്നും ചെയ്തില്ല. പിന്നെ എങ്ങനെ പരിഹാരത്തിന് എന്ത് നീതിയാണ് കിട്ടുക സാർ? ഈ വീട്ടുകാരോട് പറഞ്ഞപ്പോൾ അവരുടെ മറുപടി എന്തായിരുന്നു? നവീൻ ബാബു പിന്നെ ഭാര്യന്റെ അടുത്ത് ഞാൻ മിഞ്ഞാന്ന് പോയിട്ട് ഞാൻ പറഞ്ഞു, 2-3 ദിവസം മുമ്പേ ഈ മലയാളം ചാനലിൽ പുറത്തുവിട്ട കാര്യങ്ങൾ നിങ്ങളോട് ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇത് ഞാൻ ജഡ്ജി അറിയാനാ പറഞ്ഞിട്ടുള്ളത്. പൊതുജനങ്ങൾക്ക് എനിക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല ഇനി. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഒരു ഭാര്യയ്ക്ക് ഇപ്പം മാനസികമായിട്ട് ഡൗൺ ആവും, അത് ശരിയാണ്. എന്താണ് നിലപാടെടുക്കേണ്ടതെന്ന് അറിയാത്ത ഒരവസ്ഥ വരും. പക്ഷേ എങ്കിൽ ഇവിടെ സംഭവിച്ചെന്താ, ഒരു അഡ്വക്കേറ്റിനെ ഒന്ന് പരിശോധിക്കാമായിരുന്നില്ല എന്ന് ഞാൻ ചോദിച്ചു. എനിക്ക് അവരുടെ മുമ്പിൽ തന്നെ ആ അഡ്വക്കേറ്റിനോട്. പിന്നീട് നമ്മൾ കുടുംബമായിട്ട് ബന്ധപ്പെട്ട അന്നേരം അവർ പറയുന്ന അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ, ഭർത്താവ് മരിച്ചു നിൽക്കുന്നു, സഹോദരൻ മരിച്ചു നിൽക്കുന്ന ഒരു തന്നെയാണ്. അത് ശരിയാണ്. പക്ഷെങ്കിൽ അഡ്വക്കേറ്റിനോട് ഇത് പറയുമ്പോൾ അഡ്വക്കേറ്റിന് അവിടെ പാർട്ടീനെ അന്ന് വില വെച്ചിരുന്നു. അവര് പാർട്ടി എന്ന് ഓഫർ ചെയ്തിനോ? ഞാൻ സംശയിക്കുന്ന ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ ഞാൻ സംശയിക്കുന്നു. ഞാൻ പറഞ്ഞൊരു കാര്യം സാർ, അന്ന് വീണാമണിയെ കൂട്ടിക്കൊണ്ടുപോയത് പാർട്ടി ഗുണ്ടകളും പോലീസും ഒക്കെ ചേർന്നല്ലേ അന്നൊരു വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയത്? അല്ല, അങ്ങനെയല്ല. കണ്ണൂരിൽ അവര് പാർട്ടി സഹാക്കളെ വിളിച്ചപാട് വീണാമണി മാനസിക രോഗിയാണെന്ന് പറയുന്നു. മാനസിക രോഗിക്ക് ഇത്രയും അറിവ് കൊടുക്കുന്ന ആരാണ്? അതായത് ഒരു മാനസിക രോഗിക്ക് മലയാലപ്പുഴയിൽ അഡ്വക്കേറ്റിനെ നേരിട്ട് കാണാൻ, സാറിന്റെ അനിയനെ കാണാൻ എങ്ങനെ കഴിയും? എന്റെ കയ്യിൽ ഒരു എത്ര പൈസ ഞാൻ സ്വന്തമായിട്ട് കൊടുത്തിട്ടാണോ അഡ്വക്കേറ്റിന്റെ അടുക്ക വരുന്നത്? അവിടെ മരിച്ച വീട്ടിൽ ഒരു മാനസിക രോഗിക്ക് എങ്ങനെ വരാൻ പറ്റും? അപ്പൊ സത്യം വിളിച്ചു പറഞ്ഞ വീണാമണി അവർ മാനസിക രോഗിയാക്കി എന്നാണോ വീണാമണി പറയുന്നത്? അല്ല, അങ്ങനെയല്ലേ ഇവിടുത്തെ പാർട്ടിക്കാർ അവിടുത്തെ മറുപടി കൊടുത്തത്. അതുകൊണ്ടല്ലേ ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വേണുഗോപാൽ എന്ന് പറഞ്ഞ ആ പോലീസ് ഓഫീസർ, ഇയാൾ ഇവിടെ പയ്യന്നൂരാണ് സ്വദേശം, ജനിച്ചു വളർന്നത്. അയാൾ CI ആയ മുതൽ അയാൾ ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു. അയാൾ മംഗലാപുരത്ത് ഏതോ അവിടുത്തെ കോളേജിൽ നിന്നാണ് LLB എടുത്തിന്. അനക്ക് എല്ലാവരും ഇവിടുത്തെ കേരളത്തിന്റെ എല്ലാ മന്ത്രിമാരുടെയും എല്ലാ പോലീസ് ഓഫീസറെയും എല്ലാവരും കാര്യങ്ങൾ മുഴുവൻ എനിക്കറിയാം. ഞാൻ കള്ളത്തരം പറയില്ല. ഞാൻ എല്ലാ ADGPന്റെ അടുക്ക പോകേണ്ടി വന്നാൽ അവിടെയും പോവാറുണ്ട്. ഒറ്റയ്ക്ക് ഞാൻ പോവും. ഞാനൊരു പൊതുപ്രവർത്തക. അന്യ എന്തെങ്കിലും ചെയ്യാൻ നോക്കിയാൽ ഇവർ പലവട്ടം എൻ്റെ വായി ഷോക്ക് എന്നതിനെ ഓർമ്മ നഷ്ടപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട്. അവിടുന്ന് ഞാൻ തിരിച്ചു വരണമെങ്കിൽ ഇവരെ പോലെയല്ല ഞാനൊരു പൊതുപ്രവർത്തക ആയതുകൊണ്ട് എന്നെ രക്ഷിക്കാൻ അവിടത്തേക്ക് പല ആൾക്കാർ എത്തുന്നത് കൊണ്ട് തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എന്നെ വായിൽ ഷോക്ക് തരാൻ ഇവർ നോക്കിയിട്ടുണ്ട്, ഈ CPM പ്രവർത്തകര്. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു പറയുന്നത്, ഇത് അവിടുന്ന് രക്ഷപ്പെട്ടുവെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ അവിടെ ആൾക്കാരുണ്ട്. ഞാൻ ഈ CPMനെതിരായിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നല്ലൊരു സാറാണ് നവീൻ സാറ്. അവരെ പോലുള്ള ഇവിടെ നടന്നത് തളിപ്പറമ്പിൽ 2 മരണം നടന്നിട്ടുണ്ട്, പുന്നാട് 1 മരണം നടന്നിട്ടുണ്ട്. തൂങ്ങി മരണം എന്ന് പറഞ്ഞ് വിധിയെഴുതി, പക്ഷെ അതൊക്കെ ആത്മഹത്യയല്ല, കൊന്നുകെട്ടി തൂക്കിയതാ. ഇവിടെ വേറെ ഗോവിന്ദൻ മാഷ മോന്റെയും നമ്പർ പരിശോധിച്ചാൽ ഇതിന്റെ വലിയ തെളിവുകൾ കിട്ടും. ശ്യാമളേച്ചി എന്ന് പറഞ്ഞ ആ വൈഫിന്റെ നമ്പർ പരിശോധിച്ചാൽ അതിനേക്കാണ്. ഇവിടെ ദിവ്യ വെറും ഒരു ഡെമ്മി മാത്രം. പിന്നെ ഇനി എന്നെ പറ്റി അറിയാൻ എനിക്ക് അനീഷ് കുമാർ സാർ, വഞ്ചൂർ കോടതിയിലെ അനീഷ് കുമാർ സാർ ജഡ്ജ് മജിസ്ട്രേറ്റിനോട് ചോദിച്ചാൽ മതി. എന്നെ പറ്റി ശരിക്കും പറയും, ഈ പോലീസ് ചെയ്ത ചതികള്
ഇവിടുത്തെ പാർട്ടിക്കാരും ചെയ്ത ചതികളിൽ ഞാൻ എങ്ങനെ വീണാമണി ഇത്തരം സത്യങ്ങൾ വിളിച്ചു പറയാൻ ശ്രമിക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണോ? അല്ല, ആദ്യം അവര് ഇന്ന് സംഭവിച്ചത് എന്താണെന്നറിയോ? ഞാൻ അവിടുന്ന് സാർ നേരത്തെ വിളിച്ചപ്പോൾ ADM-ന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിളിച്ചപ്പോൾ ശശിന്റെ ബന്ധു, അതായത് മുത്തച്ഛന്റെ മോനെങ്ങാനുണ്ട്, ഒരു VP വിജയൻ എന്ന് പറഞ്ഞിട്ട് ഒരുത്തനുണ്ട്. അപ്പൊ അയാൾ എന്നെ അവിടുന്ന് വടിയെടുത്തിട്ട് അവര് ഒരു ഇരുമ്പിന്റെ ഒരു വടിയുണ്ട് അതെടുത്തിട്ട് അടിക്കാൻ നോക്കി. ഞാൻ പറഞ്ഞു ഭാര്യനെ പോയി അടിച്ചോ, എന്നെ അടിച്ചിട്ട് കാര്യമില്ല. ഒരു പെണ്ണിനെ അടിക്കുന്നുണ്ടെങ്കിൽ അത് അവർ വീരമായതുകൊണ്ടാണ്. വീരമായിട്ടാണെങ്കിൽ അവർ കൊന്നതല്ല, തൂങ്ങി മരിച്ചാണെങ്കിൽ തെളിയിക്കേണ്ടത് എങ്ങനെയാണെന്നറിയാം. നാർക്കോ ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ വെല്ലുവിളിക്കുന്നത് കലക്ടറോട് പറയുന്നു, കലക്ടർ ഇതിന് ഉത്തരവുണ്ട്. ആ ADM-ന്റെ ഭാര്യ ഇതിന്റെ ഒരു നിരപരാധിയായ ഒരു പാവം ഒരു മേഡത്തിനാണ് അവർ വിധവയാക്കിയത്. അവർ തീർച്ചയായിട്ടും അവരുടെ മനസ്സിന്റെ ജ്വാലയിന് നിങ്ങൾക്ക് ഉണ്ടോ? ഞാൻ മലയാള ദേവിക്ക് അവിടെ പൊങ്കാല സമർപ്പിച്ചു നേർച്ച നടന്നിട്ടാ പറഞ്ഞത്. ഇതിന്റെ സത്യം അറിയും ജഡ്ജി, എപ്പോഴും അറിയും. കാരണം കണ്ണൂരിലെ 2 ജഡ്ജിമാരാണ് ഇവിടുത്തെ അഡ്വക്കേറ്റ് ആയിരുന്നു ആ ജഡ്ജിമാർ ഇതറിയണം. ഇതിന്റെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കൊടുത്തിന്. അവിടുത്തെ ബെഞ്ചിലെ 2 ജഡ്ജിമാർ ഇവിടുത്തെ അഡ്വക്കേറ്റ് ആയിരുന്നു. നവീൻ ബാബു സാറിനെ കൊന്നു എന്ന് തന്നെ വീണാമണി വിശ്വസിക്കുന്നു ഇപ്പോഴും പൂർണ്ണമായിട്ടും, അല്ലേ? ഗുണ്ടകൾ പിടിച്ച് കൊണ്ടുപോയി അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്താ ഇവിടുത്തെ കളക്ടർ ഒരു നുണ പരിശോധന നടത്തിയിട്ട് അയാൾ എല്ലാന്നുണ്ടെങ്കിൽ തെളിയിക്കട്ടെ. ഞാൻ അതിനുശേഷം സുപ്രീം കോടതിയിൽ പോയി. കാരണം എന്റെ ജീവൻ അപകടത്തിലാകാതിരിക്കാൻ ഞാൻ സുപ്രീം കോടതിയിൽ പോയി. വന്നതിന് ശേഷം നവീൻ സാറിന്റെ വീട്ടിൽ 3 ദിവസം മുമ്പ് പോന്നു. എന്നിട്ട് വൈഫിനോട് ഞാൻ സംസാരിച്ചു, അഡ്വക്കേറ്റിനോട് പറഞ്ഞു, നിങ്ങളാണ് മരണപ്പെട്ടതെങ്കിൽ ഞാൻ നിങ്ങളുടെ വാർത്തയാണ് ഏട്ടനോട്, അതായത് നവീൻ സാറിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ വാക്കുകളാ സാർ എടുക്കുക. കാരണം എനിക്ക് ഒരാളെ മനഃശാസ്ത്രപരമായിട്ട് നന്നായിട്ട് പെട്ടെന്ന് മനസ്സിലാവും. ഈ സത്യം തുറന്നു പറഞ്ഞതിൽ പിന്നെ എന്തെങ്കിലും ജീവനിൽ ഭയം ഉണ്ടോ? എനിക്ക് ഭയമില്ല സാറേ. എനിക്ക് എന്നെ കൊല്ലാൻ നോക്കിയിട്ടല്ല ഞാൻ രക്ഷപ്പെട്ട ഒരു വ്യക്തിയാ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എവിടെ പോകുന്നുണ്ടെങ്കിലും എന്റെ കയ്യിൽ തന്നെ ഒരു പെൻ ക്യാമറ ഉണ്ട്. എന്റെ വീട്ടിൽ ക്യാമറ ഉണ്ടായിരുന്നു. അതൊക്കെ അവരിതാക്കിയിട്ട് ഞാനിപ്പോ എന്റെ വീട്ടിൽ പോകാറില്ല. കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോ എല്ലാ സ്ഥലത്തും ക്യാമറയുള്ള സ്ഥലത്തേ നിൽക്കും. എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഇവര് കാണാത്ത ഇതിൽ എന്റെ അടുക്ക് ഒരു രഹസ്യ ക്യാമറ ഉണ്ട്. കാരണം ജീവിക്കണ്ടേ എനിക്ക്. ഇവരെ പോലെ വിഡ്ഢികളല്ലല്ലോ എനിക്ക് തിരിച്ചറിവുണ്ട്. ഇവര് വലിയ എന്നുവെച്ചാൽ ഇവിടെ ഭരിക്കുന്ന ഇപ്പൊ CPM അല്ല, ഗുണ്ടകളാ. തീർച്ചയായിട്ടും മറ്റെന്തെങ്കിലും ഉണ്ടോ നമുക്ക് പ്രേക്ഷകരോടൊക്കെ പറയാനായിട്ട്? ജനങ്ങളോടല്ല, എനിക്ക് ആ 2 ജഡ്ജും കണ്ണൂരിന്റെ ബെഞ്ച് ജഡ്ജാണ്. കണ്ണൂരിലെ അഡ്വക്കേറ്റ് ആയിരുന്നു അവരോട് കാല് പിടിച്ച് അപേക്ഷിക്കുന്നത്, അവർക്കുണ്ട് മക്കള്. ഇതിന് ഒരു ഉത്തരം, നാർക്കോ ടെസ്റ്റ് അവരാരും വിടില്ല നുണ പരിശോധന നടത്താൻ തെറ്റ് ചെയ്തവര്. പക്ഷേ ഇതിന്റെ ഒരു അഭയ കേസ് പോലെ ആക്കാതെ പെട്ടെന്ന് തന്നെ ഇതിന്റെ നുണ പരിശോധന നടത്തി ഇത് സത്യം ലോകത്തെ അറിയിക്കണം. കാരണം ഇനി മറ്റൊരു ഉദ്യോഗസ്ഥന് ഇത് മരണപ്പെടരുത്. ഇനി ഒരു ഉദ്യോഗസ്ഥനും ഒരു സാധാരണക്കാർക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇനി ഉണ്ടാവാൻ പാടില്ല. അതാണ് കാല് പിടിച്ചിട്ട് ജഡ്ജിമാരോട് അപേക്ഷിക്കാനുള്ളത്. സമൂഹം എന്താണെന്ന് വെച്ചാൽ സമൂഹം ഇതൊന്നും മിണ്ടുന്നില്ല. കാരണം പേടി, അവര് കൊല്ലുവോ, നമ്മൾ പ്രതികരിച്ചാൽ കൊല്ലുവോ എന്നുള്ള പേടി കൊണ്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ കണ്ണൂരിന്റെ രാഷ്ട്രീയമൊന്നും ഇവിടുത്തെ മലയാളപ്പുഴയിലെ ആ പാവം ജഡ്ജി നമ്മുടെ ADM-ന്റെ വൈഫിനെ അറിയില്ല. അവര് മിഞ്ഞാന്ന് വിളിച്ചിട്ട് എന്നോട് പറയുന്നത് ഇങ്ങനെ അബദ്ധം പറ്റിപ്പോയി. ഞാൻ പറഞ്ഞു, അന്ന് ഞാൻ പറഞ്ഞതായിരുന്നില്ലേ, ഒന്ന് പരിശോധിച്ചിരുന്നെങ്കിൽ ഇതിന്റെയൊക്കെ അവസ്ഥ വരും. അവിടെ AD മുറിപ്പാടുണ്ട്. ഞാൻ അതെല്ലാം പറഞ്ഞു കൊടുത്തു. പോസ്റ്റ്മോർട്ടം ചെയ്തില്ല. ലാസ്റ്റ് ADM-ന്റെ വൈഫ് ഉമ്മം കൊടുക്കുന്ന ആ സന്ദർഭങ്ങളിൽ കീറി മുറിച്ച് ശസ്ത്രക്രിയ ചെയ്തതുണ്ടെങ്കിൽ അത് ചാനലിൽ നിങ്ങളൊന്നും കൂടി ആ ചാനലൊന്ന് പരിശോധിക്കുക. അപ്പോഴും മനസ്സിലാവും സാറിനെ ഒന്നും തൊട്ടിട്ടില്ല. അതൊക്കെയാണ് കള്ളത്രം. അല്ലെങ്കിൽ ആന്തരിക അവയവം ലേബിൽ കൊണ്ട് പരിശോധിച്ചതിന്റെ സൂക്ഷിച്ചു വെക്കണം. അതല്ലെങ്കിൽ അവരുടെ ഫുഡിലെന്നും ഉണ്ടോ അതൊക്കെ പരിശോധിച്ചതിന്റെ അതെല്ലാം സൂക്ഷിച്ചു വെക്കണം. ഇത് എങ്ങനെ ഒരു പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ട് തന്നെ കണ്ണൂരിലെ ഈ പരിയാരത്ത് ഗുണ്ടയാണ് അടുത്ത ഡോക്ടർ, അവരിൽ നിന്നൊന്നും കിട്ടൂല. തീർച്ചയായിട്ടും താങ്ക് യു മാഡം. ഒരുപാട് നന്ദി സാർ. ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കുന്ന ഒന്നും കൂടി ആ നമ്മുടെ നീതിപീഠം ഇതിന്റെ സത്യാവസ്ഥ ഇനി മറ്റാർക്കും ഇങ്ങനെ ഒരു കൊലപാതകം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് അപേക്ഷിക്കുന്നു. താങ്ക് യു സർ.